സുഹൃത്തുക്കളെ, ഞാനൊരു പുതിയ വീഡിയോയുമായി ഇതാ നിങ്ങളുടെ മുന്നിൽ. എൻ്റെ സ്വന്തം പാവൽ നിന്നും കുറച്ച് പാവയ്ക്ക പറിച്ചു. അതായത് ഈ പാവയ്ക്കയുടെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം പാവയ്ക്കയെ ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതിന് ശേഷം 3 ടൊമാറ്റോയും കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് 3 ടൊമാറ്റോയും അല്പം വെളുത്തുള്ളിയും കൂടെ കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. അതിനുശേഷം ടൊമാറ്റോയെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു. വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതായത് പാവയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞ്, ടൊമാറ്റോയും ചെറുതായിട്ട് അരിഞ്ഞ്, വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് പാകത്തിനാക്കി വെച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടി പാകത്തിന് ചേർത്തതിന് ശേഷം ഉണക്ക തേങ്ങ ഉണക്ക തേങ്ങ തിരുകിയിട്ട് വച്ചേക്കുന്നതാണ്. ഇങ്ങനെ ഉണക്ക തേങ്ങ തിരുകിയത് എടുത്ത് കണ്ടാൽ ഇങ്ങനെയാണ് ഉണക്ക തേങ്ങ തിരികെ എടുത്തത്. അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ വീത്തി കടുകിട്ട് അത് കഴിഞ്ഞ് അല്പം ജീരകം കടുകിനോടൊപ്പം ഇട്ട് കൊടുത്ത് മൂത്തതിന് ശേഷം കരിവേപ്പില ചേർത്ത് പിന്നെ ഈ പാകത്തിന് ചെയ്തു വെച്ച എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. തേങ്ങ ഉൾപ്പെടെ ഒന്ന് കിണ്ടി വയ്ക്കാം. കിണ്ടി മറിച്ചതിന് ശേഷം ഇത്രയും സാധനത്തിന് നമുക്കൊന്ന് 10 മിനിറ്റ് വച്ചേക്കാം. ഓക്കെ, എല്ലാം ഇളക്കി ചേർത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടച്ച് 10 മിനിറ്റ് വെച്ചാലോ? കണ്ടോ, ഇപ്പോഴ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു ഇടിവെട്ട് സൂപ്പർ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വച്ചേക്കാം.